നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. കോൺഗ്രസ് നേതാക്കൾ വാ തുറക്കാൻ കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ എന്തെങ്കിലും വീണ് കിട്ടിയാലോ? അതിനാണ് പാകിസ്ഥാൻ കോൺഗ്രസ് നേതാക്കളെ വായും പൊളിച്ചിരുന്ന് നിരീക്ഷിക്കുന്നത്. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ രാജ്യത്തിൽ ജനിച്ച് അവിടെ ഉറങ്ങിയും കഴിഞ്ഞിട്ട് രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്നവരെ വേണം ആദ്യം സൂക്ഷിക്കാൻ. അങ്ങനെയുള്ളവരാണ് കോൺഗ്രസ്സുകാർ. അതവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കുപ്രചാരണം നടത്താനുള്ള ആയുധമായി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ. വിവരവും വെളിവുമില്ലാത്ത കോൺഗ്രസ്സുകാരാണെങ്കിലോ പാകിസ്ഥാന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ജയിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ നട്ടലില്ലാത്ത കോൺഗ്രസ് ദുർനേതാക്കളാണ് ഇപ്പോൾ പാകിസ്ഥാൻ കീ ജയ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. റഫാൽ യുദ്ധവിമാനത്തിന്റെ മിനിയേച്ചർ രൂപത്തിൽ നാരങ്ങയും പച്ചമുളകും കെട്ടിത്തൂക്കി ഈ യുദ്ധവിമാനം ഇന്ത്യക്ക് വെറും അലങ്കാര വസ്തുവാണെന്ന അർത്ഥം വരുന്ന രീതിയിൽ കളിയാക്കി കോൺഗ്രസ് നേതാവ് അജയ് റായ്. എന്നാൽ ഇത് ഏറ്റെടുത്ത് സന്തോഷിച്ച് രസിക്കുകയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ. ഈ അജയ് റായ് ആരാണെന്ന് അറിയാലോ അല്ലേ? ഉത്തർപ്രദേശിലെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് ഈ മഹാൻ. ഇപ്പോൾ പാകിസ്ഥാനിലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അജയ് റായുടെ ഈ ചിത്രവും പ്രസ്താവനയും വൈറലായി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അനുകൂല കോൺഗ്രസ് പാർട്ടിയുടെ UPയുടെ അധ്യക്ഷനായ അജയ് റായിയെ നോക്കൂ. പാകിസ്ഥാനിലെ പത്രങ്ങളിലും ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ പ്രസ്താവന തലക്കെട്ടുകൾ സൃഷ്ടിക്കുകയാണ്. സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കാനുള്ള മോദി വിരുദ്ധ കോൺഗ്രസ് പാർട്ടിയുടെ നീക്കമാണിതെന്നാണ് BJP പറയുന്നത്. കേന്ദ്ര സർക്കാർ റഫാൽ യുദ്ധജെറ്റ് വാങ്ങിയതും വെറുതെ കാഴ്ച വസ്തുവായി വെക്കാനാണെന്നും അത് കണ്ണു തട്ടാതിരിക്കാനുള്ള ഒരു അലങ്കാര വസ്തു മാത്രമാണെന്നുമായിരുന്നു അജയ് റായുടെ വിമർശനം. ഒരു കളിപ്പാട്ടത്തിൽ ചെറുനാരങ്ങയും പച്ചമുളകും കോർത്തുകെട്ടിയ റഫാൽ ജെറ്റിന്റെ രൂപത്തിലുള്ള കളിപ്പാട്ടം കാണിച്ചുകൊണ്ടിരുന്ന അജയ് റായുടെ ഈ വിമർശനം 166 പേരെ കൊലപ്പെടുത്തിയ 2008 മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ പാകിസ്ഥാനോട് ചെറു വിരലണക്കാത്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ വീരവാദമടിക്കുന്നത്. എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ യുദ്ധത്തിലേക്ക് ഉന്തിത്തള്ളി വിടാൻ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയത്തിലാണ് സർക്കാർ. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നും കേന്ദ്രം അന്വേഷിക്കുന്നുണ്ട്. ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തൊരു പ്രസ്താവനയും അടിച്ചിറക്കരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പോലും ഞങ്ങൾ കേൾക്കില്ല എന്ന മട്ടാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. വെറുതെ ഓരോന്ന് പറയുക, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുക, പാകിസ്ഥാന് സ്തുതി പാടുക. അതാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.